എനിക്ക് തോന്നുന്നു ഇതുവരെ നടന്ന മുഴുവൻ മാധ്യമ ചർച്ചകളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നത് ഈ ഘട്ടത്തിലാണ്. പണ്ട് എഡ്മണ്ട് ബർക്ക് ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിൽ നോക്കി പാർലമെൻറ്റിലെ ജനപ്രതിനിധികൾ, അന്നത്തെ ഹൗസ് ഓഫ് കോമൺസിലെ ജനപ്രതിനിധികളെ വാൺ ചെയ്തതാണ്, ഇവിടെ ഇതാ ഒരു ഫോർത്ത് സ്റ്റേറ്റ് ഇരിക്കുന്നു എന്ന്. പക്ഷേ ഇന്ന് ഇന്ത്യയിലെയും അമേരിക്കയിലെയും ഒരു ഭരണകൂടങ്ങൾ മാധ്യമങ്ങളോട് ചെയ്യുന്നത് എന്താണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. 2-3 രീതിയിൽ നമുക്കതിനെ കാണാം. ഇന്ത്യയിൽ പ്രസ് സെൻസർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ പ്രസ് സെൻസർഷിപ്പ് ഇല്ല. പക്ഷേ ഇന്ത്യയിൽ ആരാണോ പ്രസ്സിനോട് സംസാരിക്കേണ്ടത് അവർ സ്വയം സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ മാധ്യമങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രസ് കോൺഫറൻസിന് വരുന്ന പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല എന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി തന്നെ പറയുമ്പോൾ അദ്ദേഹം സ്വയം നിശബ്ദനായി പോകുമ്പോൾ പ്രസ് സെൻസർഷിപ്പ് എന്നുള്ളതിന് മറ്റൊരു നിർവചനം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പത്രങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ വസ്തുതകൾ ഇല്ലാതായി മാറുന്ന ഒരവസ്ഥ ഒരു ഭാഗത്ത്, 2 അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അത് കൊടുക്കാതിരിക്കുന്നൊരവസ്ഥ മറ്റൊരു ഭാഗത്ത്. ചുരുക്കത്തിൽ ഇന്ത്യയിൽ പ്രസ് സെൻസർഷിപ്പ് അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഇന്ത്യയിലെ അവസ്ഥയാണെങ്കിൽ ഏറ്റവും കൗതുകകരമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടന നടത്തുന്ന പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ രസകരമായ ഒരു കോറിലേഷനുണ്ട്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും പ്രസ് ഫ്രീഡം ഇൻഡെക്സ് കഴിഞ്ഞ 10 വർഷമായി എങ്ങനെയാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ കഴിഞ്ഞ 4 വർഷമായി എത്രമാത്രം സ്റ്റീപ്പായിട്ടാണ് ഫാളൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇന്ന് US നിൽക്കുന്നത് 48ാം സ്ഥാനത്താണ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ. അമേരിക്കൻ ഭരണഘടനയിൽ പ്രസ് ഫ്രീഡം ഉണ്ട്. പക്ഷേ അമേരിക്ക എന്ന രാജ്യം ലോകത്തെ 180 രാജ്യങ്ങളിൽ 48ാമത്തെ പ്രസ് ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണ്. ഇന്ത്യ 180 രാജ്യങ്ങളിൽ 136ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യവുമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ അപേക്ഷിച്ച് 135 രാജ്യങ്ങളിൽ കൂടുതൽ മികച്ച പത്രസ്വാതന്ത്ര്യമുണ്ടെന്നും അമേരിക്കയേക്കാൾ മികച്ച 45 രാഷ്ട്രങ്ങൾ പത്രസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്ന റിയാലിറ്റിക്ക് മുന്നിലാണ് നമ്മൾ ഈ സെഷൻ അവതരിപ്പിക്കുന്നത്. സോ ചോദ്യം ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പാനൽ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യയിലെയും അമേരിക്കയിലെയും മാറിയ ഭരണ സാഹചര്യം പത്രങ്ങളെ നിശബ്ദമാക്കുന്നുണ്ടോ, പത്രങ്ങൾ നെഗറ്റീവായി അഥവാ മാധ്യമങ്ങൾ നെഗറ്റീവായി മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൽ ഈ നെഗറ്റീവായി മാറുക എന്ന ചോദ്യത്തിനോട് എനിക്ക് വ്യക്തിപരമായൊരു വിയോജിപ്പുള്ളത് മാധ്യമങ്ങൾക്ക് പോസിറ്റീവാകാൻ കഴിയുന്നത് പരസ്യങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് എന്നാണ്. മാധ്യമങ്ങൾ എല്ലാ കാലത്തും നെഗറ്റീവ് ആകുമ്പോഴാണ് അവയെ മാധ്യമങ്ങളെന്ന് വിളിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ഏകദേശം 7 പാനലിസ്റ്റുകളോളം ഉണ്ട് ഇവിടെ. 6 പാനലിസ്റ്റുകളുണ്ട്. നമുക്ക് അവശേഷിക്കുന്നത് 35 മിനിറ്റ്സ് ആണ്. So 3 minutes for each of the participants to make introduction, and we will have another 2 minutes for the second round, and we will have 1.5 minutes for discussion. So 3 or 4 minutes. I think we start with the right, Mr. Chandra Mittal. Right, 3 minutes. All right. Thank you, and I appreciate everybody being here. Anyway, with regard to the title of the talk regarding the changing scenario, political scenario changing in India and the US, and what impact it has, implications in terms of the press interaction. I think one thing that we need to always keep in mind, press and the ruling class has never been friends. This is just traditionally true. The press was created, for example, in this country at the time of its birth by the founding fathers. It was given, of course, the First Amendment protection. And it was considered that a bad press is better than no press, as we all know. So I think that relationship of adversary relationship is natural in this. And whether it is currently in the context of America, Republican presidency or Democratic presidency or majority of these parties, no party, no leader has been comfortable with the press. We know very well when Ronald Reagan was the president in this country, conservative man, there was a reporter out of ABC, Sam Donaldson. He was kind of a pain for him. And nowadays we see CNN having
the same kind of, wearing the same kind of hat as far as Donald Trump is concerned. Some of you are aware that very recently, one of the reporters, Jim Acosta, was banned, or his pass was retracted by the White House, which of course, being in the United States, the courts have a lot of power, and his credentials were restored by the court. Similarly, in India, we have had the issue, of course, I remember 1975, when the emergency declaration by Mrs. Gandhi, press freedoms have been curtailed, quite severely, I might add. But again, the pressure of the world community, pressure of the people, Mrs. Gandhi had to yield ultimately, and those things were retracted. So I think the point is this: it is up to the press how it behaves. If the press is in, as they say, there is a saying actually by one of the very famous journalists called Bernstein, the man of the Watergate fame, that press should not have a dog in the fight. If press has a dog, if it is biased, it is going to get that kind of reaction from the politicians. So if we are objective, if we only are seeking the truth, spreading the truth, and not have any really personal interest in it, then there is always the case. Number two is very important. Press guards itself. Press observes, controls itself. Because we have, press has a very unique situation in which we have the First Amendment right. So in other words, this right has to be discharged extremely responsibly. And as long as we are doing that, I think we are doing our job, and we will always be welcomed by the society and the governments. Thank you. Thank you, Chandramithal. In your land where the reporters are given instruction or reporters are withdrawn from such press conferences, in our land, it's just opposite. Our Prime Minister himself withdraws from the questions. That is the two difference we have. Anyway, moving to Mr. Vinod Narayan. Vinod Narayan, എനിക്ക് തോന്നുന്നു അധികം സെൻസർഷിപ്പ് ഭരണകൂടത്താൽ ഏർപ്പെടുത്തപ്പെടാത്ത ഒരു സംവിധാനത്തിലാണല്ലോ വിനോദ് കൂടുതലായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വളരെ കർശനമായ ചില ഉപാധികൾ വയ്ക്കുന്നു, ഫേസ്ബുക്കിനോട് ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു. എങ്ങനെയാണ് അമേരിക്കയിലും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അറിയുന്ന രീതിയിലുള്ള പത്രമാധ്യമങ്ങളുടെ പുറത്തുള്ള നിയന്ത്രണം ഭരണകൂടം ഏർപ്പെടുത്തുന്നത്? പൊളിറ്റിക്കൽ പ്രഷർ ഓൺ മീഡിയ. രണ്ട് ക്വസ്റ്റ്യനാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഈസ് മീഡിയ ബീങ് സൈലൻസ് എന്നുള്ളത്, and is media being negative എന്നുള്ളത്. The plain simple answer is a yes to both of that, and we should go back and start doing our work. So that's the basic stuff, because we discuss a lot on the things like that, because it is a yes to both of that, and it has always been yes. So changing political scenario ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ what you rightly pointed out, which is that for the people for whom we shouldn't be censoring the news want it censored. They don't want the media to give the information. അപ്പം ഇതിൽ it is not just the media and the government, it's also the audience. ഇത് മൂന്ന് പേരും കൂടിയിട്ടാണ്, all three of them are together in this whole thing. See, why would, first let's take whether the media is silencing, is being silenced. See, US-ലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ 4 വർഷം 5 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ when there is a news that is being put forward, there is a band of people who will come and who will start trolling you online. But for people like you who do it on the ground, because 6 years back is when I was first asked from the US that am I afraid to go to India. Before that, I've been here for 19 years and I've never been asked whether I am afraid to go to India. And in the past 7 years or so, when I started blogging about 10 years back, when I started talking against the Hindutva movement back over there, that was the first time I started hearing this from people asking, aren't you afraid to go back to India? There was other prime ministers, there were other people, so there is definitely even അതായത് ഇങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങൾ, the people who feel that we should give freedom of press and all those things, but they feel that there is a fear, there is a problem. If this guy who writes about or against the government goes to that country, he might have a problem. So that's kind of a thing that is there in the air. And
and അത് പലപ്പോഴും it's not the government that does it, it's a lot of people. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വെക്കും, a small thing you can talk and create that stuff. But it definitely exists because I know the responses I get from social media on what this is. Now, is media been silenced? Now, there are two kinds of media if you look at it. We call it the real media or the traditional media. Traditional media has a profit goal in it, so you're already silenced. You already have defined your boundaries on what you can talk, because if you're from one news channel to another news channel, you obviously have already got your boundaries. You cannot talk about these things, you cannot talk about these things, you have instructions. And I know that all the people in the media will know that when a news breaks out, you all get an instruction saying that you should not be talking on these things. We've got an instruction from people. So you've already silenced. Now, government silence, you can fight that thing out. Now, is media negative? I think yes. Media is negative because why do you want to put a news? See, news is always what you're doing is you should be flushing so that you can cleanse the mind of people. That's what you should do. You should flush thoughts, new ideas. You should flush and cleanse the minds. But what is primarily being done is filling and creating a tense space. Morning, I wake up, I look at the news, I see that there is one guy being murdered. I see that same news repeated in 5 different channels over and over till the evening, and I've already seen that one murder, read about it 25 times, that by the end of evening, my amygdala doesn't go down. It is always in a tense position that I've already witnessed 25 murders in my community. And that's negative. But how do you do it? I don't know. See, there's no positive journalism. You can't keep talking only about the positive things and not talk about the negative things. I don't know if I have a solution, but I think it's an answer yes there and yes here. യെസ് നമ്മുടെ ഒരു പൊതുവായ കണക്കനുസരിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ ലോകം വലത്തേക്ക് ചായുമ്പോഴാണ് മാധ്യമങ്ങളുടെ പുറത്ത് നിയന്ത്രണം വരികയും പരമ്പരാഗത ഇടതുഭാഗത്ത് അല്ലെങ്കിൽ മധ്യത്തിലും ഇടതിലും ഒക്കെ നിൽക്കാൻ ശ്രമിക്കുന്ന മീഡിയയെ സൈലൻസ് ചെയ്യാൻ ഭരണകൂടം ശ്രമിക്കുന്നുവെന്നുമാണ്. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ഇറക്കിയ ഒരു പുതിയ ഉത്തരവുണ്ടായിരുന്നു. PRD വഴിയല്ലാതെ മുഖ്യമന്ത്രിയെ ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലുള്ളൊരു നിയന്ത്രണം ഇറക്കുകയും പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ആകെ ഇടതു ഭരണം കൃത്യമായി നിറവേറ്റപ്പെടുന്ന ഒരു സംസ്ഥാനത്താണ് അത്തരമൊരു നിയന്ത്രണം മാധ്യമങ്ങൾക്ക് പുറത്തു വന്നത്. അവരാണ് മോദിയുടെ പത്രസ്വാതന്ത്ര്യത്തിനെ കുറിച്ചും പത്രസ്വാതന്ത്ര്യത്തിന് പുറത്തുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ചും പറയുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, അങ്ങനെയല്ല. അടിസ്ഥാനപരമായിട്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും സോഷ്യലിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഏത് സംവിധാനമാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളെ അമർച്ച ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമല്ല, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ജനാധിപത്യ ബോധവുമായിട്ടാണ് ഇതിന് ബന്ധമുള്ളത്. ഇടതുപക്ഷക്കാർ നമ്മൾ ഇതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുന്നതാണ്. ഇടതുപക്ഷ സർക്കാരുകൾ അടിസ്ഥാനപരമായിട്ട് ടോട്ടാലിറ്റേറിയൻ സ്വഭാവമുള്ളതാണ്. അത് മാധ്യമങ്ങളെ ഒരു കാലത്തും പരിപാലിക്കുകയോ അതിനെ പരിലാളിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ജ്യോതി ബസുവിനെ പോലുള്ള ആളുകൾ വേറെ സെറ്റപ്പാണ്. അദ്ദേഹം ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് ഇന്ത്യയിലേക്ക് വന്ന ആളാണ്. അടിസ്ഥാനപരമായിട്ട് ഈ ബ്രിട്ടീഷ് ലിബറലിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് അസിമുലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ജസ്റ്റ് ലൈക്ക് ജവഹർലാൽ നെഹ്റു. അത് വേറെ കാറ്റഗറിയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ആ രീതിയിലുള്ള ഒരു ജനാധിപത്യ ബോധം നമുക്ക് EMSൽ നിന്നോ അല്ലെങ്കിൽ അച്യുതാനന്ദനിൽ നിന്നോ പിണറായി വിജയനിൽ നിന്നോ പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇവരടിസ്ഥാനപരമായിട്ട് സ്റ്റാലിനിസ്റ്റുകളാണ്. അത് ഫാസിസത്തിൻ്റെ വേറൊരു പതിപ്പാണ്. അപ്പോൾ നരേന്ദ്രമോദി ആണെങ്കിലും ട്രംപ് ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഒക്കെ ബേസിക്കലി അവർ ജനാധിപത്യ ബോധം ഇല്ലാത്തവരാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ ബറാക്ക് ഒബാമയ്ക്ക് മീഡിയയെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അദ്ദേഹം ജനാധിപത്യവാദി. അതുപോലെ ഇപ്പോൾ ആഞ്ചല മെർക്കലിന് ചെയ്യാൻ കഴിയുകയില്ല. മൻമോഹൻ സിംഗിന് ചെയ്യാൻ കഴിയില്ല. അത് അടിസ്ഥാനപരമായിട്ട് അവരുടെ ഒരു ഹാൻഡിക്യാപ്പാണെന്ന് നമുക്ക് പറയാം. ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഡെമോക്രാറ്റിക് സ്പിരിറ്റ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ കിട്ടിയെന്നുള്ളത് കുറവ് കിട്ടിയെന്നുള്ളതല്ല. അടൽ ബിഹാരി വാജ്പേയിക്ക് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഹി ഈസ് എ ഡെമോക്രാറ്റ് ബേസിക്കലി. സംഘപരിവാറിൻ്റെ ആളായിട്ടാണ് വരുന്നതെങ്കിൽ പോലും ഈസ് ബേസിക്കലി എ ഹ്യൂമനിസ്റ്റ്, എ ഡെമോക്രാറ്റ്. നെഹ്റുവിയൻ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഒരു പക്ഷേ LK അദ്വാനിക്കാണെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ നരേന്ദ്രമോദി ബിലോങ്സ് ടു എ ടോട്ടലി ഡിഫറെൻറ്റ് കാറ്റഗറി. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹത്തിൽ നമുക്കിത് പ്രതീക്ഷിക്കാൻ കഴിയും. മാത്രമല്ല, ഹി ക്യാൻ ഈവൻ ബി റൂത്ത്ലെസ് ഇൻ ദ സെൻസ് ദാറ്റ് ഈസ് എൻജോയിങ്
majority in the House. Majority in the House is very important as far as a democratic setup is concerned. ഇന്ദിരാഗാന്ധിയുടെ നല്ല കാലം എനിക്ക് ഓർമ്മ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ഏതാണ്ട് ഈ ലെവലിൽ എത്തിയിരുന്നു. കാരണം 1970 ഇലക്ഷൻ ജയിച്ച് ഷീ ഹാസ് ബിക്കം ഇൻവിൻസിബിൾ ആൻഡ് ഷീ ഹാസ് ഡിഫീറ്റഡ് പാകിസ്ഥാൻ ഇൻ ദി ബംഗ്ലാദേശ് വാർ ഓഫ് 1991 ആൻഡ് ഷീ ഹ്യൂമിലിയേറ്റഡ് പാകിസ്ഥാൻ ഇൻ സിംല ആൻഡ് അനക്സ്ഡ് സിക്കിം. അതൊക്കെ വലിയ അക്രമമാണ്. അനക്സേഷൻ ഓഫ് സിക്കിം നമുക്ക് ഇന്ത്യക്കാരായിട്ട് ആ രീതിയിൽ ഫീൽ ചെയ്യും. voluntarily. They joined voluntarily. Certainly no. That was by way of military action. So she has become that powerful. പക്ഷെ അന്നും അവരെ എതിർക്കാൻ വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നു. പാർലമെൻറ്റിനകത്ത് ജ്യോതിർമയി ബസു അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി, അതുമല്ലെങ്കിൽ ഇന്ദ്രജിത് ഗുപ്ത, ഇങ്ങനെ ഒരുപാട് പേര് ഇവരെ ചോദ്യം ചെയ്യാനുണ്ടായിരുന്നു. പാർലമെൻറ്റിന് പുറത്ത് ആചാര്യ കൃപലാനി ഉണ്ടായിരുന്നു. എബോവ് ഓൾ ജയപ്രകാശ് നാരായണുണ്ട്. ആൻഡ് ഹെർ എംപയർ വാസ് ക്രംബിൾഡ്. അൾട്ടിമേറ്റ്ലി ഷി വാസ് ഡിഫീറ്റഡ് ആൻഡ് അത് വേറെ സ്റ്റോറിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഇൻഫാക്റ്റ് ദർ ഈസ് അബ്സല്യൂട്ട്ലി നോബഡി ടു ക്വസ്റ്റ്യൻ നരേന്ദ്രമോദി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഒരു റൂത്ത്ലെസ് നേച്ചർ അല്ലെങ്കിൽ ടോട്ടാലിറ്റേറിയൻ സമീപനം മാത്രമല്ല, വീക്ക്നെസ് ഓഫ് ദി ഓപ്പോസിഷൻ, വീക്ക്നെസ് ഓഫ് ദി മീഡിയ. അന്ന് രാംനാഥ് ഗോയങ്ക ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ നിഹാൽ സിംഗിനെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു, കുൽദീപ് നയ്യാർ ഉണ്ടായിരുന്നു, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പത്രക്കാരുണ്ടായിരുന്നു, മൽഖാനി ഉണ്ടായിരുന്നു ഓഫ് മദർലാൻഡ്. അപ്പോൾ ഇന്ന് പാരുണ്ട്. There is a Pranav Roy. There is a Pranav Roy, but he confiscated the property. അതുകൊണ്ട് അതിപ്പോൾ ഷാനി പ്രഭാകരനുണ്ട്. എല്ലാ ആഴ്ചയിലും നരേന്ദ്രമോദിയെ എതിർക്കാനുണ്ട്. പക്ഷേ വല്ല വിശേഷമുണ്ട്. ഞാൻ പറഞ്ഞത് PM മനോജുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് ഓഫ് അബ്സല്യൂട്ട്ലി നോ ഇമ്പാക്റ്റ്. ഞാൻ പറഞ്ഞ നാഷണൽ സെനറിയോ. അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ വീക്ക്നെസ്സാണ്. പാർലമെൻറ്റിലെ ഡിസ്കഷൻ നിങ്ങൾ കാണുന്നില്ലേ, എത്ര ഇൻഎഫക്റ്റീവാണ് നമ്മുടെ പ്രതിപക്ഷം. ഇംഗ്ലീഷിൽ 4 വാചകം പറയാൻ ആകെ ഒരു പ്രേമേന്ദ്രനേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു OIC ഉള്ളൂ. മനസ്സിലായില്ലേ? ഏതൊരു അധീർ രഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞ പോസ്റ്റ്, ദോ നോട്ട് ഒഫീഷ്യലി നോട്ടിഫൈഡ്. ഇയാളെ അവിടെ വച്ചേക്കണം എന്തുകൊണ്ടെന്നറിയാമോ? ഹി വാസ് എബൌട്ട് ടു ജോയിൻ BJP. അത് ആ കലാമിറ്റി ഒഴിവാക്കാൻ വേണ്ടി അവനെ ഹി വാസ് മെയ്ഡ് ദി എന്താണ് ലീഡർ ഓഫ് CLP ലീഡറായിട്ട് തന്നെ. അപ്പോൾ ദാറ്റ് ഈസ് ദി സിറ്റുവേഷൻ. ഈ രഞ്ജൻ ചൗധരി നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ വേണമെങ്കിൽ BJPയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് സംഭവം. മഞ്ജിത്ത് കുറച്ചു കാലമായി ഒരുപക്ഷെ സജീവ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവും അല്ലേ? പക്ഷേ ഇപ്പോഴും ഇന്ത്യയിലെ അവസ്ഥ പഴയതിൽ നിന്ന് വേറൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ ഈ ദേശീയ മാധ്യമങ്ങൾക്കൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ മലയാളത്തിലില്ല. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ ശക്തമായ രീതിയിൽ നമ്മൾ ശബ്ദമുയർത്തുകയും ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്തെ മീഡിയയും നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ച് കാണുന്നത്? അരുൺ, ഇതിനകത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈസ് മീഡിയ ബീങ് സൈലൻസ്ഡ്. അപ്പോൾ അതിനകത്ത് മീഡിയ എന്നുകൊണ്ട് നമ്മൾ വീക്ഷിക്കുന്നത് ഉറപ്പായും പ്രിൻ്റ് മീഡിയയും വിഷ്വൽ മീഡിയയും മാത്രമാണ് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ബീങ് സൈലൻസ്ഡ്. അപ്പോൾ അത് സൈലൻസ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പോലെ എല്ലാ ഭരണകൂടവും എല്ലാ കാലത്തും മാധ്യമങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ അവർക്കിപ്പോൾ ഒരു വലിയ ധൈര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം മീഡിയയുടെ റോള് ഇപ്പം ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനമായതാണ് വോട്ട് ചെയ്യുക, ആൾക്കാരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക, വോട്ട് ചെയ്യാനുള്ള ഡിസിഷൻ സ്വാധീനിക്കുക. അതിൽ നമ്മൾ ഈ കാണുന്ന ട്രഡീഷണൽ മീഡിയ, എനിക്ക് സഹതാപമുണ്ട്, നിങ്ങളോടെല്ലാം ഐക്യദാർഢ്യമുണ്ട്. പക്ഷേ ആ ട്രഡീഷണൽ മീഡിയയുടെ റോള് ശക്തി ക്ഷയിച്ചു. നമ്മൾ രാവിലെ ന്യൂട്രാലിറ്റിയെ പറ്റി പറഞ്ഞത് പൊളിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം പൊളിഞ്ഞുപോയി. കാരണം ഇന്നെഫക്റ്റീവായി. കാരണം ഈ ഏറ്റവും ഉദാഹരണം ഈ കഴിഞ്ഞ അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തി, ആൾക്കാരെ വോട്ട് ചെയ്യാൻ സ്വാധീനം ചെലുത്തിയത് ട്രഡീഷണൽ മീഡിയ അല്ല, മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ കൂടി പ്രചരിച്ച വാർത്തകളും ഫേക്ക് ന്യൂസ് എന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് ഇപ്പോൾ പറയുന്ന ഫേക്ക് ന്യൂസുകളുമാണ് ആൾക്കാരെ സ്വാധീനിച്ചത്. അപ്പോൾ ഈ ട്രഡീഷണൽ മീഡിയയെ ഒപ്രസ് ചെയ്യാനുള്ള ധൈര്യം ഇപ്പോൾ ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും നേതാക്കന്മാർക്കുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണല്ലോ ഈ ഫോർത്ത് എസ്റ്റേറ്റ് ബിൽഡ് ചെയ്തത്.
അപ്പോൾ ആൾക്കാർക്ക് എക്സ്പ്രസ് ചെയ്യാനും ഒപ്പീനിയൻ രൂപീകരിക്കപ്പെടുവാനും കൂടുതൽ പുതിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുമായിട്ട് എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈസ് മീഡിയ ബീങ് സൈലൻസ് ഓഫ് കോഴ്സ് ഒക്കെ അതിൻ്റെ ഈ മീഡിയ നേരത്തെ സൈലൻസ് ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് താഴെ ഇരിക്കുന്നവർക്ക് പണ്ടൊക്കെ ഒരു എമ്പതിയോ സിമ്പതിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. കാരണം മീഡിയ സപ്രസ് ചെയ്യപ്പെടുമ്പോൾ വളരെ ഏറെ ജനങ്ങൾ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്നുണ്ട്, അമേരിക്കയിലും ഇന്ത്യയിലും ലോകമെമ്പാടും. കാരണം അവർക്ക് ഈ മീഡിയയുടെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ആ റോള് ഡിമിനിഷ് ചെയ്തത് വോട്ടേഴ്സ് എല്ലാ ഡെമോക്രസിയിലും വോട്ടേഴ്സ് റിയലൈസ് ചെയ്യുന്നുണ്ട്, അത് എല്ലാ നേതാക്കന്മാരും റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒബ്വിയസ്ലി ദേ ആർ ഗോയിങ് ഫോർ ഇറ്റ്. ഇവിടെ ട്രംപ് പത്രക്കാരോട് ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ അമേരിക്കയിലെ വളരെ ശക്തമായ ഒരു ജനാധിപത്യ രാജ്യമെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന പ്രസിഡന്റിനോട് ചോദിക്കണമെങ്കിൽ ഓരോ പത്രക്കാരനും എഴുന്നേറ്റ് നിന്നേ ചോദിക്കാൻ പാടുള്ളൂ. ആ പ്രസിഡന്റ് നരേന്ദ്രമോദി മാത്രമല്ല, എഴുന്നേറ്റ് നിന്നാലും ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് തീരുമാനിക്കണം അവൻ ചോദിക്കണമെന്ന്. ഹി ക്യാൻ ഡാംലി ഇഗ്നോർ. ശ്രീകല ചോദിക്കേണ്ടെന്ന് ട്രംപിന് തീരുമാനിക്കാം. അത്രയ്ക്കും ധൈര്യം കൊടുക്കുന്നുണ്ട്. ആ ധൈര്യം കൊടുക്കുന്നത് കാരണം പുള്ളിക്ക് ഉറപ്പുണ്ട് രാത്രി തിരിച്ചു തന്ന് പുള്ളിയുടെ ട്വിറ്റർ ഓണാക്കി ഹി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ടു സോ മെനി പീപ്പിൾ ആൻഡ് ഇൻഫ്ലുവൻസ് ദം. ആ ഒരു ശക്തിയാണ് ഇപ്പോൾ ഈ ഒപ്രഷന് എല്ലാ ഭരണകൂടത്തെയും പ്രേരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ധൈര്യം കൊടുക്കുന്നത്. മുരളി നായർ. ഞാനിവിടെ പകരക്കാരനായിട്ട് വന്നതാണ്. ഞാനിവിടെ സ്റ്റേജിൽ വരുന്നതിന് 3 മിനിറ്റ് മുമ്പാണ് ഹരി നമ്പൂതിരി എന്നോട് ചോദിച്ചത് എനിക്ക് പകരം സ്റ്റേജിൽ പോകാമെന്ന്. അങ്ങനെ വെറും 3 മിനിറ്റ് സമയം എനിക്ക് കിട്ടിയത്. പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഈ മീഡിയയെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊരു ആംഗിളിൽ നിന്ന് ഇതിനെ കാണുകയാണ്. അതായത് മീഡിയ ന്യൂസ് ഫോൾസിഫൈ ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തിലെ മീഡിയ കേരളത്തിൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ള മീഡിയ മാതിരി അല്ല. ഇന്ത്യയിലെ പിന്നെ ലോകത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന മാതിരി അല്ല കേരളത്തിലെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. സദ്ദാം ഹുസൈനെ ഹാങ് ചെയ്തപ്പോഴേ, സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്ന ദിവസം ന്യൂയോർക്ക് പോസ്റ്റിനകത്ത് വന്ന ക്യാപ്ഷൻ ഇതായിരുന്നു, സദ്ദാം സ്വിങ്സ്, സദ്ദാം തൂങ്ങിയാടുന്നു. ആ രീതിയിൽ കേരള കൗമുദിക്കകത്ത് വന്ന ക്യാപ്ഷൻ, ലോകം തേങ്ങി സദ്ദാം. ഇവിടെ ആരാ തേങ്ങിയത്? മലപ്പുറത്ത് കുറെ പേര് തേങ്ങി കാണും. ഇല്ല, പെരുമ്പാവൂർ കുറെ പേര് തേങ്ങി കാണും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ആ പേരിലൊരു ഹർത്താലും നടത്തി. അതാണ് സദ്ദാം ഹുസൈനെ തൂക്കുന്ന കേരളത്തിലെ പ്രതികരണം. പക്ഷേ ലോകം അങ്ങനല്ല കണ്ടതിനെ. അതുപോലെ തന്നെ ഒസാമ ബിൻ ലാഡൻ്റെ ഭാഗത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കും, കേരള കൗമുദി മനോരമ വായിക്കും. പക്ഷേ ഒരേ ന്യൂസ് തന്നെ അത് ട്രീറ്റ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ഫോൾസിഫൈ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവരെ കൊടുക്കുന്ന ആംഗിൾ വേറെയാണ്. അത് അവർക്ക് ഓരോ താല്പര്യം ഉണ്ടാവും. അത് രാവിലെ സമ്മതിച്ചതാണല്ലോ. കാരണം സത്യം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന തലക്കെട്ട് ലോകം തേങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് മനോരമയിൽ ഇങ്ങനെ ആയിരിക്കും വരിക, സദാം തൂങ്ങി ലോകം തേങ്ങി. റൈമിങ്. അതെ. അപ്പോൾ പിന്നെ അമേരിക്കയിലെ മീഡിയയെ പറ്റി പറഞ്ഞാൽ, അമേരിക്കയിലെ ഒരു മീഡിയയും ഒരു അഭിപ്രായ വോട്ടെടുപ്പിലും ട്രംപ് ജയിക്കുമെന്ന് പറഞ്ഞില്ല. എല്ലാവരും ഹില്ലരി ക്ലിന്റൺ ജയിക്കുമെന്നാണ് പറഞ്ഞത്. കാരണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മെട്രോപൊളിറ്റൻ ഏരിയയിൽ താമസിക്കുന്ന ഇമ്മിഗ്രൻ്റ് ബേസുള്ള ആൾക്കാരാണ് കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ക്ലിന്റൺ ജയിക്കും. അതുപോലെ തന്നെ പത്രക്കാർക്കൊന്നും ട്രംപിന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഒരു സൈലന്റ് മെജോറിറ്റി ട്രംപിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അതെ അതേ പറയുന്നത്. അപ്പം പത്രക്കാരെ ഈ മീഡിയ എന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ആ രീതിയിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അമേരിക്കയിലെ പത്രക്കാർക്ക് ട്രംപിനെ ഇഷ്ടമല്ല, കേരളത്തിലെ പത്രക്കാർക്ക് മോഡിയെ ഇഷ്ടമല്ല. കേരളത്തിലെ പത്രക്കാർക്ക്, വടക്കേ ഇന്ത്യയിൽ അങ്ങനല്ല, വ്യത്യാസമുണ്ട്. വേറൊരു ആംഗിളാണ് അത്. ഒരു കാര്യം, why do you want the media to be a reflection of the public opinion? Because if you have a problem with അങ്ങനെയാണെങ്കിൽ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ then you're silenced already. അല്ലല്ല, അങ്ങനെയല്ലോ നമ്മൾ പറഞ്ഞു. അതിനൊരു പ്രശ്നം അറിയോ? ഇഫ് മീഡിയ ആൾസോ സ്പീക്സ് ദ ലാംഗ്വേജ് ഓഫ് മെജോറിറ്റി, then who will speak the language of minority? സദാമിന്റെ കേസ് വെച്ചിട്ട് അതിനെ താരതമ്യപ്പെടുത്തിട്ട് പറയരുത് ചെയ്യും സാധനത്തിന്. അപ്പൊ സദാമിന്റെ കേസ് വെച്ചിട്ടല്ല, ആ ഒരു തൂങ്ങിയോ താങ്ങിയോ എന്നുള്ള സാധനം, ലെറ്റ്സ് ലീവ് ദാറ്റ് അസൈഡ്. ബട്ട് വെൻ വി സേ ദാറ്റ് പബ്ലിക്കിന്റെ സെന്റിമെന്റ്സ് ആണ് മീഡിയ ന്യൂസായിട്ട് പുറത്തേക്ക് വിടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗെയിം ഇസ് ഓവർ. നോ പബ്ലിക് സെന്റിമെന്റ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്.
നമ്മൾ മീഡിയ ഫോൾസിഫൈ ചെയ്യുന്നു. ഈ പത്രങ്ങളിൽ വരുന്ന ന്യൂസ് പബ്ലിക്കിന് വേണ്ടിയാണ്. അപ്പോൾ പബ്ലിക് കൺസംഷന് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പത്രക്കാരാണ്. പക്ഷെ അത് പിന്നെ ഒരു സംഗതിയുടെ യഥാർത്ഥ സ്ഥിതി കാണിക്കാതെ വളച്ചൊടിച്ചിട്ട് ഒരു പബ്ലിക്കിനെ പ്ലീസ് ചെയ്യുന്ന രീതി കാണിക്കുന്നത് കേരളത്തിലെ പത്രങ്ങൾക്ക് പ്രവണത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം ഒരു തെരുവിൻ്റെ കഥയിൽ കുറുപ്പ്, പേപ്പർ കുറുപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. ഇയാൾ എന്താന്ന് പറഞ്ഞാൽ രാവിലെ പത്രം കൊടുക്കലാണ് ഇയാളെ പണി. ഇയാൾ പത്രം നേരെ എടുത്തിട്ട് രാവിലെ തന്നെ നോക്കും, ഇതിൽ പത്രം മുഴുവൻ വായിച്ചിട്ട് ഇതിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള 2 ന്യൂസ് ഇയാൾ എടുക്കും. എന്നിട്ട് ആ ന്യൂസ് വായിച്ചിട്ട് കാര്യം വിഷമസ്ഥിതി എന്ന് പറയും. ഏത് ന്യൂസ് ആണെങ്കിൽ താഴത്തിൽ ഇയാൾ കാര്യം വിഷമസ്ഥിതി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ മേടിക്കൂ. ദർ ഇസ് എ പ്രോഫിറ്റ് ആംഗിൾ ടു ഇറ്റ്. വാട്ട് ഇസ് ദ കണ്ടന്റ് ആൻഡ് വാട്ട് ഇസ് ദ ടൈറ്റിൽ, 2 ഡിഫറെന്റ് തിങ്സ്. പിന്നെ നമ്മളെ നാട്ടിലെ ജനങ്ങൾ ഈ ടൈറ്റിൽ വായിച്ചിട്ടാണ് തീരുമാനം എടുക്കാൻ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പത്രം വായിക്കരുത്. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. ഈ സെൻസേഷണലൈസേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, സെൻസേഷണലൈസ് ചെയ്യുക, സ്തോഭജനമാക്കാന്ന് പറയും. അങ്ങനെ മലയാളത്തിൽ അതിന് ട്രാൻസ്ലേഷൻ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഈതർ. സെൻസേഷണലൈസ് ചെയ്യുക എന്നുള്ളത് മലയാളത്തിൽ പറയുന്നത് സ്തോഭജനകമാക്കുക എന്നാണ്. സ്തോഭം ഉണ്ടാക്കുക ആൾക്കാരില്ലേ, അതാണ് അതിന്റെ പ്രശ്നം. തരും പുള്ളിനേരെ ഇപ്പോൾ ജോളി പോലൊരു വധക്കേസ്, ഇനി എന്താണ് മാധ്യമങ്ങൾ അതിനകത്ത് പ്രത്യേകിച്ച് സെൻസേഷണലൈസ് ചെയ്യാനുള്ളത്? മാധ്യമങ്ങൾ സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജോളി വധക്കേസിൽ നിങ്ങൾ ഇൻസെറ്റിൽ ജോളി നടന്ന സ്ഥലം എന്നോട് ഇവിടെ വന്നപ്പോൾ തന്നെ ആൾക്കാർ ജോളി, ഞാൻ RECയിൽ പഠിച്ച, അപ്പം ഞാൻ ജോളിൻ്റെ കോളേജല്ലേ, ജോളിൻ്റെ കോളേജല്ല എൻ്റെ കോളേജ് അത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു കോളേജിനെ ഒരു ഡിഫൈൻ ചെയ്ത്, വൺ ഓഫ് ദ മോസ്റ്റ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി നിങ്ങളിപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ വെച്ചിട്ടാണ്. അല്ലാണ്ട് ഇത്ര ബുദ്ധിമുട്ടി പഠിച്ച് അവിടെ നിന്ന് നന്നായി വന്ന ആൾക്കാരുടെ പേരിലല്ല. പ്രോബ്ലം വിത്ത് പീപ്പിൾ. അതുണ്ട്. പക്ഷേ ഇതിലെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, വെൻ ദർ ഇസ് എ ഡിസ്കഷൻ ഓഫ് ജോളി, യു ഷുഡ് ബി ടോക്കിംഗ് അബൌട്ട് ദ ട്രോൾസ് ദാറ്റ് കം അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്. Did Jolly do that because there is more Sri Swatantriyam in the സമൂഹം എന്നുള്ള ട്രോളുകൾ വരുന്നുണ്ട്? സൂപ്പ് കഴിക്കരുത് എന്ന് പറഞ്ഞ ട്രോളുണ്ട്. ആ സാധനത്തിന് മുകളിൽ ഈ ഡിസ്കഷൻസ് ഓൺ ദ മീഡിയ ഷുഡ് ബി ഓൺ സ്ത്രീ സ്വാതന്ത്ര്യം, ഫ്രീഡം, വുമൺ റൈറ്റ്സ് മുകളിലുള്ള വളരെ വലിയൊരു ഡിസ്കോഴ്സ് കേരളത്തിൽ ആവേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് അല്ലേ, ജോളി അന്നേറ്റീവായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ സോണിയാഗാന്ധിക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ബന്ധമാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കടലും കടലടിയും തമ്മിലുള്ള ബന്ധം, കടലും കടലാടിയും. റെസ്റ്റോറന്റിൽ അവശേഷിക്കുന്ന ഒരു 7 minutes ആണ്. നമുക്ക് കുറച്ച് ഓപ്പൺ ടു പബ്ലിക് ഡിസ്കഷൻ കൂടിയുണ്ട്. എനിബഡി ടു ആഡ് അപ്പ്? You are there. I'm sorry, really sorry. Mr. Thomas Mottekal, right. അന്തരിച്ച അരുൺ എന്നെ മറന്നുപോയി കാണുമെന്ന്. ഞാൻ മീഡിയയുടെ ഒരാളല്ല. ഞാനിവിടെ ഇരിക്കുന്നത് ഒരുപക്ഷെങ്കിൽ ഒരു പൊതുജനത്തിൻ്റെ വീക്ഷണത്തിൻ്റെ ആ ഭാഗത്തുനിന്നായിരിക്കുന്നത്. ഞാൻ ഇന്നലെ മുതൽ ഇവിടുത്തെ ചർച്ചകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് തന്നെ നമ്മളൊരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ പ്രസൻറ്റേഷൻ, ഡെലിബറേഷൻ, കൺക്ലൂഷൻ ആൻഡ് റെസൊല്യൂഷൻ. ഇവിടെ ഇന്നലെ വരെ ഞാൻ കാണുന്നത് കൺക്ലൂഷനും റെസൊല്യൂഷനും കണ്ടില്ല, ഡെലിബറേഷൻ ഒരുപാടുമാണ്. സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡെലിബറേഷൻ നിയന്ത്രിക്കേണ്ട ഒരാവശ്യമുണ്ട്. ഈ പോയിന്റിലേക്ക് ഡയറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ 2 കാര്യം പറഞ്ഞു. ഈസ് മീഡിയ ബീയിങ് സൈലൻസ്ഡ്? യെസ്, നോ, ദർ ആർ ഒപ്പീനിയൻസ്. ഈസ് മീഡിയ ബീയിങ് മറ്റെന്താണ് നെഗറ്റീവ്? അതേപ്പറ്റി ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് പ്രത്യേകിച്ചായിട്ട് ജയശങ്കർ മറ്റും പറഞ്ഞു. പക്ഷേ മൂന്നാമതൊരു പോയിന്റ് കൂടെ ഉണ്ട്. ആ പോയിന്റ് ഈ പേപ്പറിലും അഡ്രസ്സ് ചെയ്തിട്ടില്ല, നമ്മളാരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഈസ് മീഡിയ ബയാസ്ഡ്? ഞാനൊരു പൊതുജനത്തിൻ്റെ ആംഗിളിൽ നിന്നാണ് നോക്കുന്നത്. ഈസ് മീഡിയ ബയാസ്ഡ്? CNN ഇപ്പോഴ്, ഞാനൊരു പ്രോ ട്രംപ് ആളാണ്. CNN ഇപ്പോഴ് 2 മിനിറ്റിക്കുള്ളിൽ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം അത് കംപ്ലീറ്റ്ലി ബയാസ്ഡ് ആണ്. ആ മനുഷ്യനെ എങ്ങനെ, അദ്ദേഹം ഇലക്ഷൻ നിൽക്കുന്ന സമയം മുതൽ ആ മനുഷ്യനെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാം, അയാളെ പറ്റിയുള്ള പഴയ വീഡിയോകളും പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ ആ മനുഷ്യനെ താറടിച്ച് കാണിക്കാം, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതേ സമയത്ത് തന്നെ അടുത്ത ചാനൽ 26 ഈസ് ഫോക്സ് ന്യൂസ്. അതിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഇപ്പോൾ ഒരു പുതിയൊരു ഇഷ്യൂ ഉണ്ട്, യുക്രൈനിയൻ ഇഷ്യൂ. ജോ ബൈഡൻ കറപ്റ്റ് ആയത് പറ്റി അന്വേഷിക്കാൻ ട്രംപ് അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിച്ചു എന്നുള്ള വലിയ പ്രശ്നം വലിയ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പം ബൈ CNN ജോ ബൈഡൻ ചെയ്ത മഹാപാതകങ്ങളെപ്പറ്റി ഒരു പരിമിതിയില്ലാതെ വിശദീകരിക്കുകയാണ് ഫോക്സ് ന്യൂസ്. അപ്പോൾ ആ ബയാസ് ചെയ്യുമ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്വയം വിമർശനത്തിന് നമ്മൾ തന്നെ ഒന്ന് തയ്യാറായിട്ട്
ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരനാണ് ഞാൻ. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നവരെ ഞാൻ പൗരന്മാരെന്ന് വിളിക്കില്ല, പ്രജകളെന്നേ വിളിക്കത്തുള്ളൂ. എന്നാൽ ഞങ്ങൾ അമേരിക്കയിലുള്ള പൗരന്മാരാണെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾക്ക് വോയിസുണ്ട്, ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. അത് പോകട്ടെ. അപ്പോൾ ഈ ഇന്ത്യയിൽ നിങ്ങൾ പൗരന്മാരായിട്ട് അത് ചിന്തിച്ചു തുടങ്ങണം. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പൗരനാണ്. ഞാൻ നന്മയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഞാൻ ബയാസ്ഡ് ആണോ? ഈ ബയാസ് ഇല്ലാതാകുകയും ഈ കൊമേഴ്ഷ്യൽ ജേർണലിസം നിൽക്കുകയും പൊതുജനത്തിൻ്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വിജയിക്കും. മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞൊരു പോയിൻ്റ് ഞാൻ ഒന്നുകൂടെ റിയസെറ്റ് ചെയ്യണം. നേരത്തെ മീഡിയയെ ഇന്ദിരാഗാന്ധി സൈലൻസ് ചെയ്തപ്പം എല്ലാവർക്കും വലിയ വിഷമമായിരുന്നു. മനോരമ അവരുടെ ഇന്നത്തെ ചിന്താവിഷയം എന്നുള്ളത് ബ്ലാങ്ക് ആയിട്ടിട്ട സമയങ്ങളിൽ ഓർക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇന്നിപ്പം മീഡിയയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ടായെന്ന് പറഞ്ഞാൽ പൊതുജനം ഒരു പക്ഷേ സന്തോഷിക്കുക. കാരണം മീഡിയ ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് ക്വാളിറ്റി എന്നുള്ള എനിക്ക് പറയാനുള്ളത്. സാറ് കൊമേഴ്സ്യലല്ലാത്ത മീഡിയയെക്കുറിച്ചും ബയാസ്ഡ് അല്ലാത്ത മീഡിയയെക്കുറിച്ചുമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ സ്വപ്നം കുറച്ച് കാലം കൂടി നീളും. കാര്യം അതങ്ങനൊന്നും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ലല്ലോ. ബേസിക്കലി എവരി മീഡിയ ഈസ് ബയാസ്ഡ്. അല്ല, ഇവഞ്ച്വലി സ്വപ്നം കാണാം, ഇവഞ്ച്വലി നേരം വിളിക്കല്ലോ. അതെ, പക്ഷേ മീഡിയയുടെ കാര്യത്തിൽ അതില്ലല്ലോ. കാര്യം ഇറ്റ് ലീവ്സ് ഓൺ പ്രൈവറ്റ് ഫണ്ടിങ്. ഹൗ ക്യാൻ ഇറ്റ് ബി നോൺ ബയാസ്ഡ്? ബട്ട് ഓഫ് കോഴ്സ് ഒരു പൊതുധാരണയ്ക്ക് രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ സ്വാധീനമുണ്ട്. തിരിച്ചല്ല, അത് പൊതുധാരണയെ ഇംബൈബ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ആ പൊതുധാരണയെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏജന്റാണ് എന്നുള്ളത് വളരെ വാസ്തവമാണ്.